നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ അല്പമല്ല ഭുജിക്കുന്നു എന്ന കാവ്യമാണ്. ഇത് പഞ്ചദ്രോപാഖ്യാനം എന്ന പറയൻതുള്ളലിൽ നിന്നുള്ള വരികളാണ്. അതായത് അദ്ദേഹം വിമർശകനാണ്, അതുപോലെ തന്നെ പരിഹസിക്കുന്ന ആളാണ്. അതിനെ ആളും തരമൊന്നും നോക്കാതെ തന്നെ ചെറിയവരെയും വലിയവരെയും രാജാക്കന്മാരെ പോലും വളരെ മുന്നിലിരുത്തിക്കൊണ്ട്, സദസ്സിൽ വളരെ മുന്നിലിരുത്തിക്കൊണ്ട് വിമർശിക്കുന്ന ആളാണ്. അങ്ങനെ വിമർശനാത്മകമായ ഒരു പ്രത്യേക സംഭവമാണ് എടുത്തിരിക്കുന്നത്. ഈ അല്പമല്ല ഭുജിക്കുന്നു, അതായത് കഴുത്തറ്റം വരെ ഭക്ഷണം കഴിച്ചാലും മനുഷ്യന് ആർത്തി തീരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് എടുത്തിരിക്കുന്നത്. ഭക്ഷണത്തോടുള്ള ഒരുതരം കലശലായ ആർത്തിയാണ്. ആ ഒരു കാര്യമാണ് ഇതിലേക്ക് കുഞ്ചൻ നമ്പ്യാർ എടുത്തിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഭക്ഷണം മാത്രമേ ഉള്ളൂ ആ മതി എന്ന് പറഞ്ഞാൽ അതിനോടാണ് ഏറ്റവും കൂടുതൽ പ്രതിപത്തി ഉള്ളത്. അപ്പോൾ ഈ ഓരോ കല്യാണത്തിനും ഓരോ കാര്യങ്ങൾക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു 11 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഡിറ്റോറിയത്തിലോട്ട് തെക്കും തിരക്കുമായിരിക്കും. അവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കും. അതായത് അടുത്ത ഒരു ബെല്ലോട് കൂടി എല്ലാവരും കൂട്ടം ചാടി കടന്ന് അതിനകത്ത് എവിടെയെങ്കിലും ഒരിടത്ത് ഒരിലയുടെ പുറകിൽ അവിടെ സ്ഥാനം പിടിച്ചിരിക്കും. പിന്നെ ഓരോന്ന് വിളമ്പുന്നതിനനുസരിച്ച് ഉപ്പേരി ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുക. അത് കണ്ട് കറികൾ, ഇഞ്ചിക്കറി, കറിക്ക് അതിങ്ങനെ തൊട്ട് നാക്ക വെച്ചുകൊണ്ടിരിക്കുക. അവിയലൊക്കെ വിളമ്പുകയാണെങ്കിൽ അതിങ്ങനെ നോക്കുക. അതുപോലെ തന്നെ ഭക്ഷണം വിളമ്പുന്നുണ്ടെങ്കിൽ നമ്മളും കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും വിളമ്പുകയാണെന്നുണ്ടെങ്കിൽ അത് കൂട്ടി വീണ്ടും വേണമെന്ന് പറയുക. ഭക്ഷണമെല്ലാം കൂടെ വിളമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗുസ്തിയാണ് അവിടെ നടക്കുന്നത്, ഭക്ഷണവും ഇതുമായിട്ട് നമ്മളുമായിട്ട്. അപ്പം കാളം വിളമ്പിക്കഴിഞ്ഞാൽ അത് വീണ്ടും വേണമെന്ന് പറയുക. അതിൻ്റെ സ്വാദ് നോക്കുക. സാമ്പാറാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ എന്ന് വേണ്ട എല്ലാ ഭക്ഷണ വിഭവങ്ങളും അങ്ങ് വാരി വലിച്ച് കഴിക്കുക. അല്പം കഴിച്ചാൽ പോരെ, അല്ല വേണ്ട പോലെ കഴിച്ചാൽ പോരെ, അതും പോരാ. പിന്നെ പായസമാണ്, പിന്നെ ചോദിക്കുകയും വേണ്ട 2-3 തവണ. എന്നിട്ട് തന്നെ ചിലപ്പം സാമ്പാറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭവമോ ഇടുക, അത് കുറച്ചിങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് അത് ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ സദ്യയെല്ലാം കഴിഞ്ഞ് പുറത്തു വരുന്നുണ്ട് ഒരു വിമർശനാത്മകമായ ഒരു ചർച്ച നടക്കുക. ഇതിനെക്കുറിച്ച് വിളമ്പുകാരൻ അത്ര ശരിയല്ല കേട്ടോ, ഞാൻ എത്ര വിളിച്ചു അത് വന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നത്തെ. അപ്പോൾ അങ്ങനെ ഈ ഭക്ഷണത്തോടുള്ള അമിതമായ ഈ ഉള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് വിമർശിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണ ആൾക്കാർ വരുന്നുണ്ട്, നമ്മൾ ചോദിക്കുന്നു ഇതിനൊക്കെ പ്രത്യേക ആൾക്കാരായിരിക്കും. എല്ലാ കല്യാണത്തിനും ചെല്ലുമ്പോഴും നമുക്ക് ഈ ബന്ധുക്കളെയോ ഇവരെയോ നമുക്ക് കാണാൻ സാധിക്കും. എന്താ പിന്നെ എന്തായാലും കല്യാണത്തിന് വന്നല്ലോ എന്ന് നമ്മൾ പറയുന്നത് എല്ലാവരെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവുന്നത്. അതേപോലും ആ സമയമാകും തന്നെ ഒരു ഭക്ഷണവുമായിട്ട് വളരെ മൽപ്പിടുത്തമാണ് അവിടെ നടക്കുന്നത്. ഇങ്ങനെയാണോ ശരിക്കും ചെയ്യേണ്ടത് എന്നുള്ളത് കുഞ്ചൻ നമ്പ്യാർ പരിഹാസ രൂപേണ പറയുന്നുണ്ട്. അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. അത് അന്നുകൊണ്ട് ഇന്നുമുണ്ട്. ഇന്നിപ്പോൾ ആ ഭക്ഷണം മാറിയിട്ട് ഇന്നിപ്പം ഈ വേറെ ഫുഡിലോട്ട് വന്നേക്കാണ്. എല്ലാം നോൺ വെജിറ്റേറിയനാണ്. അതിനെക്കുറിച്ച് എത്ര വീഡിയോസ് കണ്ടാലും മനുഷ്യന് മടുക്കുന്നില്ല. എല്ലാം സവാളയും ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് വഴറ്റി, മറ്റേല്ലാം കൂടി മസാല എല്ലാം ഇട്ട് വരട്ടി. ഇതാണെങ്കിൽ തന്നെ വീണ്ടും കാഴ്ചക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാണാൻ. ഒരുപാട് വ്യൂവേഴ്സാണ് ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് പോലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അതാണെന്നുണ്ടെങ്കിലും നല്ല ചൂടോടെ നമുക്കറിയാം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ വലിയ ഒരു മേശപ്പുറം ആണെന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു 100-150 തട്ടങ്ങൾ കാണും, മെയിൻ പ്ലേറ്റ് കൂടാതെ. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഇങ്ങനെ എടുത്ത് ഇത് ഇവർ കഴിച്ചു കഴിയാൻ ഏതാണ്ട് ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ വരെ ചിലപ്പോൾ എടുത്തുനിന്നിരിക്കും. അപ്പോൾ അത് ആസ്വദിച്ച് കഴിക്കുകയാണെന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഇതെല്ലാം കൂടെ നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചിന്തിക്കേണ്ട ഒരു സമയമാണ്. കാരണം ഇത് ഭയങ്കരമായിട്ട് ഫിസിക്കലി വർക്ക് ചെയ്യുന്ന ഒരാളിനാണ് ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. അതും അയാളാണെങ്കിൽ പോലും ഇത്രയും പോലും കഴിക്കാൻ അയാൾക്ക് സാമ്പത്തികം കിട്ടിയെന്ന് വരത്തില്ല. അതുപോലെ തന്നെ ഇത് എല്ലാം കൂടെ കഴിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് 2-3-4 ദിവസത്തേക്ക് മിക്കവാറും വയറ്റിന് വലിയ
പ്രശ്നങ്ങളുണ്ടാകുന്നതാണ്. ഇപ്പോൾ ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാമാണ് കുഞ്ചൻ നമ്പ്യാരെ ഒരു പരിഹാസ രൂപേണ നമുക്ക് ഇതിനകത്ത് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, അതായത് അത്താഴം ഉണ്ടാൽ അരക്കാതെ നടക്കണം. അതുപോലെ തന്നെ അത്താഴം ഈ നെല്ലിക്കയോളമേ ആകാവൂ എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ആരായി നെല്ലിക്ക നോക്കി നടക്കുന്നത്? ആരും നെല്ലിക്ക നോക്കുന്നില്ല. കിട്ടുന്നത് മൊത്തം കൂടെ അങ്ങ് അകത്താക്കുക. അത് നല്ല സ്വാദിഷ്ടമാണെങ്കിൽ പിന്നെ ചോദിക്കാനുമില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു വലിയ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, ഭക്ഷണത്തെക്കുറിച്ച്. അങ്ങനെയാണ് ഭക്ഷണവും മനുഷ്യനുമായിട്ടുള്ള ഇപ്പോഴത്തെ രീതിയും അന്നത്തെ രീതി. അന്ന് വെജിറ്റേറിയനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെയാണ് സദ്യവട്ടങ്ങൾ കൊണ്ടുള്ള ഒരു തരം ഒരു പരാക്രമമാണ് അവിടെ നടക്കുന്നത്. അപ്പം അതിൽ വിജയിച്ച് അവസാനം വണ്ടി കയറി. അപ്പോൾ പിന്നെ നോക്കും, ഏതെങ്കിലും കലണ്ടറിൽ ഇങ്ങനെ വട്ടം ഇട്ട് വെക്കും, അടുത്ത കല്യാണത്തിൻ്റെ ഏതാണ് ദിവസം എന്ന് നോക്കിയിട്ട്. അപ്പോൾ ആ ദിവസം അതിവെളുപ്പിന് തന്നെ എണീറ്റ് എല്ലാം റെഡിയായി വീണ്ടും ഇങ്ങോട്ട് തിരിക്കുകയാണ് കല്യാണം. അങ്ങനെയൊക്കെയുള്ള സദ്യവട്ടങ്ങൾ. അപ്പോൾ സദ്യവട്ടങ്ങൾ അങ്ങനെയുള്ള ഭക്ഷണത്തോടുള്ള അമിതമായ ആസക്തിയെയാണ് ഈ നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ ഇവിടെ പരിഹാസ രൂപേണ വിമർശന വിധേയമാക്കിയിരിക്കുന്നത്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കുറേ അങ്ങനെ വിമർശനമാക്കി കഴിയുമ്പോഴത്തേക്കും ഇതിൽ ചില മാറ്റങ്ങൾ, സാമൂഹ്യ മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഒരു സബ്ജക്റ്റിനെ വിമർശിക്കാൻ തയ്യാറെടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ചൂടോടെയുള്ള ചില ഭക്ഷണങ്ങൾ, ഇഡലി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പഴംപൊരി അങ്ങനെയുള്ള സംഗതിയാണെങ്കിലും പെട്ടെന്ന് കഴിക്കുന്നുണ്ടേ. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം, ഞാൻ ഇടത്ത് പോയപ്പോൾ ഇതുപോലെ എൻ്റെ അടുത്തിരുന്ന ആൾ പെട്ടെന്ന് ഇത് കെട്ടിയപ്പോഴേ ഇഡലി എടുത്ത് വയലോട്ടം കിട്ടും. ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് തൊണ്ടയ്ക്ക് നിന്ന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ ഒട്ടിപ്പിടിച്ചോണ്ടിരുന്നു. അപ്പോഴത്തെ അയാൾ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം കൊണ്ടുവന്നപ്പോഴത്തെ ചായ കൊണ്ട് അതിൻ്റെ ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. അപ്പോൾ ഇത് വയലോട്ടിരിക്കാൻ വയ്യ. അപ്പോൾ 2 ചൂടും കിടാവുമ്പോൾ ഇരട്ടി ചൂടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ പച്ചവെള്ളമുണ്ട്. ഇതെല്ലാം കൊണ്ടുവരുന്ന സമയം ആയപ്പോഴേക്കും ഇയാളുടെ തൊണ്ട ഒരു പരുവമായി. അപ്പം ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് സൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റിനെയാണ് കുഞ്ചൻ നമ്പ്യാർ പഞ്ചേന്ദ്രോപാഖ്യാനത്തിലൂടെ പറയുന്നതിലൂടെ ഇവിടെ അനാവരണം ചെയ്യുന്നത്. അത് വളരെ രസകരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. നമുക്കിനി കവിത വായിക്കാം. നല്ല ചോറും നല്ല നെയ്യും നല്ല നേന്ത്രപ്പഴക്കായും നല്ല വണ്ണൻപഴം കണ്ണൻപഴം കദളിപ്പഴം നല്ല പഞ്ചസാര ഗുളം തേനും പപ്പടങ്ങൾ പലകൂട്ടം ഇഞ്ചി മാങ്ങ നല്ല നാരങ്ങക്കറി വേപ്പിലക്കട്ടി പരിപ്പും പച്ചടിച്ചാറും കരിപ്പിന്നേർ നല്ല പാലും തരിമ്പും സംശയമിന്നി വിളമ്പുന്ന വേണ്ടുവോളം ഓർത്തുപ്പേരികൾ നല്ല ശർക്കരപ്പേരിയും നല്ല ചെറുതുമ്പപ്പൂവും വിളമ്പുന്നു. എരിശ്ശേരി 4 കൂട്ടം പ്രഥമൻ 5 കൂട്ടം പുളിശ്ശേരി 2 കൂട്ടം ഞെരുമാങ്ങ എന്ന് വേണ്ട പപ്പടമെന്നും പഴമെന്നും കുളമെന്നും പച്ചടിയെന്നും പരിപ്പെന്നും ഒരു ഘോഷം അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണ്ണമായിട്ട് അപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കല്ല. ഇത്ര ഈ കഴുത്ത് വരെ ആയിക്കഴിഞ്ഞാലും മനുഷ്യന് തൃപ്തിയില്ല എന്നാണ് പറയുന്നത്. ഭക്ഷണം അങ്ങനെയാണ്. ഭക്ഷണം വേണ്ടുവോളം വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം വേണ്ടുവോളം കഴുത്തറ്റം കഴിച്ചാലും, അതായത് ഓരോരുത്തർ പറയുമല്ലോ ഈ കമ്പ് കൊണ്ട് ഇടിച്ച് ഇറക്കണം താഴെയോട്ട്. അത്രയ്ക്ക് ഭക്ഷണം കഴിച്ചാലും മനുഷ്യന് തൃപ്തിയില്ല. പിന്നെയും പറയും കൊണ്ടുപോരെ എന്ന് പറയും. ഇതെവിടെ കഴിക്കാനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നല്ല തിട്ടമില്ല, ഇത് എങ്ങനെയാണ് കഴിക്കുന്നതെന്നുള്ളത്. പിന്നെ ഒരു വിധത്തിൽ മത്സരം നടത്തി, ഈ ഭക്ഷണ മത്സരം എന്ന് പറയുന്നതിൻ്റെ കൂട്ടാണ് മത്സരം. അങ്ങോട്ടേക്ക് ഇപ്പം എങ്ങോട്ടും നോക്കാതെയാണ്, ഭക്ഷണത്തിൽ മാത്രമാണ് ശ്രദ്ധ. അതായത് അടുത്തിരിക്കുന്നവരെന്തെങ്കിലും ഒന്ന് സമയം എന്തായെന്ന് ചോദിച്ചാൽ അയാൾ ഈ തല പൊക്കി നോക്കുകയല്ല, അവിടെ കുനിഞ്ഞിരുന്ന് ഭക്ഷണം മൊത്തം കഴിച്ച് അതിൻ്റെ അപ്പുറത്തു നിന്ന് വീണ്ടും പായസം 2 കൂട്ടമുണ്ട് 4 കൂട്ടമുണ്ട് ഇത് മൊത്തം കഴിഞ്ഞിട്ട് അതാ ഈ പറയുന്നത് കഴുത്തറ്റം കഴിച്ചാലും മനുഷ്യന് തൃപ്തിയാകുന്നില്ല. അപ്പം ഈ ഭക്ഷണത്തെക്കുറിച്ച് തന്നെ ഒരുപാട് ഈ പഴഞ്ചൊല്ലുകൾ അങ്ങനെയൊക്കെയുണ്ട്. അത്താഴമുണ്ടാൽ അരക്കാതെ നടക്കണം, അത്താഴമുണ്ടാൽ
ഒന്ന് വിശ്രമിക്കണം. അതായത് ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിശ്രമിക്കണം. അത്താഴം എന്ന് പറഞ്ഞാൽ നെല്ലിക്കയോളം എന്നൊക്കെയാണ് അതിൻ്റെ. ഇതൊക്കെ ശരിക്കും പറയുക അങ്ങനെയൊന്നും നമ്മൾ നോക്കിയല്ല ഇത് കഴിക്കുന്നത്. അത് ഒക്കുന്നിടത്തോളം 2 കൈ കൊണ്ട് കൂടെ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നോട്ടം. അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ. അപ്പോൾ അതൊന്നും പാടില്ലെന്നാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ പറയുന്നത്. ഇതിൻ്റെയൊക്കെ ആ ശാസ്ത്രീയ വശങ്ങൾ അനുസരിച്ച് നമുക്ക് എത്ര കഴിക്കാമോ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഗുളികകൾ കഴിക്കേണ്ടി വരും. ഗുളികകൾ ഭക്ഷണത്തോളം കഴിക്കേണ്ടി വരും എന്നാണ് ഇപ്പോഴത്തെ ശാസ്ത്രകാരന്മാർ പറയുന്നത്, ഡോക്ടേഴ്സ് പറയുന്നത്. അതായത് നമ്മൾ അതിലൊക്കെയും എന്തിലും ഒരു മിതത്വം വേണം എന്നും ഇതിൽ നിന്ന് നമുക്ക് തെളിയുന്നുണ്ട്. അല്പമല്ല ഭുജിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് നമ്മുടെ ഭക്ഷണപ്രിയന്മാരുടെ കൊതിയും ധൃതിയും പാഠഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെ സന്ദർഭങ്ങൾ വേപ്പില കെട്ടി, അതുപോലെ തുമ്പപ്പൂ, വേപ്പില കെട്ടി ഒക്കെ പറയുന്നത്, ചമ്മന്തിപ്പൊടി, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ കൂട്ടി ഭക്ഷണപ്രിയരുടെ കൊതിയും അതുപോലെ ഇതുപോലെയുള്ള ഭക്ഷണം, കൃഷി എന്നിവയെ ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ശേഖരിക്കുക. അപ്പോൾ ഇപ്പോൾ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് ഭക്ഷണം കഴിച്ചാൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, വ്യായാമം ചെയ്യാവുന്ന ചെറിയ ചില വ്യായാമങ്ങളുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഇത്രയും രസകരമായിട്ട് തന്നെ നമ്മൾ ഈ എസ്സേ ചോദിച്ചാലും ഷോർട്ട് നോട്ട്സ് ചോദിച്ചാലും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ എന്താണ് കുഞ്ചൻ നമ്പ്യാർ ഉദ്ദേശിച്ചിരുന്നത്, ഒരു സാമൂഹ്യ പരിഷ്കരണമാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഒരു വിമർശനം വരുന്നത്. വിമർശനം വരുന്നതന്നെ നമ്മളിലേക്ക് തന്നെ നോക്കും, ഇത് ശരിയാണല്ലോ എന്ന് നമുക്ക് അന്നേരം നമ്മൾ പറഞ്ഞില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് തോന്നും ശരിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത്രയൊന്നും ഭക്ഷണം മനുഷ്യൻ കഴിച്ചുകൂടാ, അതിൻ്റേതായ ഒരു രീതിയിൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഇതൊക്കെയാണ് ഈ പാഠഭാഗത്തുള്ള. അടുത്തൊരു പാഠഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.